വെറും 13 വയസ്സുള്ള ഒരു പെൺകുട്ടി പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നു. തന്റെ സഹപാഠികളായ 6 പേര് ചേർന്ന് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി. ആ പെൺകുട്ടിയുടെ പരാതിയിന്മേൽ ഈ 6 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് അതൊരു വ്യാജ വാർത്തയാണ് എന്നറിഞ്ഞതിനെ തുടർന്ന് ഈ 6 പേരെയും പോലീസ് വിട്ടയക്കുകയുണ്ടായി. ഈ കേസ് കൊടുത്തതിന് ആ പെൺകുട്ടി പറയുന്ന ന്യായീകരണം തന്റെ പ്രണയ നൈരാശ്യം മൂലം ഉള്ള ഒരു വൈരാഗ്യത്തിൽ നിന്നാണ് ഈ കേസ് കൊടുത്തതെന്നാണ്. ഒരു 13-കാരിക്ക് ഒരു പ്രണയം ഉണ്ടാകുക, കുറച്ചുനാൾ കഴിഞ്ഞത് ബ്രേക്കപ്പ് ആവുക, അതിന്റെ വൈരാഗ്യത്തിൽ ഇത്തരം ഒരു നീചമായ പ്രവൃത്തിയിലേക്ക് അവൾ എത്തപ്പെടുകയാണ്. ഇതൊരു 13-കാരിയുടെ ചപലമായ മനസ്സിൽ നിന്നുള്ള പ്രവൃത്തിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തെറ്റി. കാരണം പീഡനത്തിന്റെ പേര് പറഞ്ഞ് ആരെയും അകത്തിടിയിക്കാം എന്നുള്ള ഒരു ചിന്ത ഈ 13-കാരിക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഈ 13-കാരി 25-ലും 30-ലും 35-ലും എന്തായിരിക്കും ഈ സമൂഹത്തിൽ കാണിച്ചു കൂട്ടാൻ പോകുന്നത്? പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച ആ 6 കുട്ടികളുടെ മാനസികാവസ്ഥ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ ഈ സംഭവം എത്രമാത്രം സ്വാധീനം ചെലുത്തും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ മൊത്തം കുടുംബത്തെ, ആ 6 കുട്ടികളുടെ മൊത്തം കുടുംബത്തെ, അവരുടെ മാതാപിതാക്കളെ എങ്ങനെ ഈ സംഭവം ബാധിച്ചിട്ടുണ്ട് എന്നതിനെ പറ്റി നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 6 പേര് ചേർന്ന് തന്നെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നൊരു കള്ളം ഒരു 13-കാരി പറഞ്ഞ് ഫലിപ്പിക്കണമെങ്കിൽ, ഒരു ചാഞ്ചല്യവുമില്ലാതെ പോലീസിന്റെ മുമ്പിലൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കണമെങ്കിൽ ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ ഒരാൾ വളർന്നു വരുന്നത് സമൂഹത്തിന് ആപത്താണ്, സമൂഹത്തിലെ ആണുങ്ങൾക്ക് ആപത്താണ്. ഇവിടെ 13-കാരി മാത്രമല്ല കുറ്റക്കാരി, സ്വന്തം മകള് പറഞ്ഞ കള്ളം അന്ധമായി വിശ്വസിച്ച് അവളുടെ കൂടെ നിന്ന അവളുടെ മാതാപിതാക്കളും കുറ്റക്കാരാണ്.